അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 34-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. NIV ഇംഗ്ലീഷ് വേർഷനിൽ അവങ്കിലേക്ക് നോക്കിയവർ എന്നതിന് തോസ് ഹു ലുക്ഡ് ഹിം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബ്രണ്ടൻസ് സെപ്റ്റുജിവന്റ് വേർഷനിൽ 34-ാം സങ്കീർത്തനം 5-ാം വാക്യം ഡ്രോ നിയർ ടു ഹിം ആൻഡ് ബി എൻലൈറ്റൻഡ് ആൻഡ് യുവർ ഫേസസ് ഷാൽ നോട്ട് ബൈ എനി മീൻസ് ബി അഷെയിംഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രോ നിയർ ടു ഹിം എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അഥവാ യഹോവയുടെ അടുക്കൽ അവൻ്റെ ആശ്വാസം പ്രാപിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും ഉപദേശം കേട്ട് അനുസരിക്കുവാനും ചെല്ലുന്നവർ എന്നാണ് അർത്ഥം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അനേകരുടെ മുഖം സമാധാനമില്ലായ്മയാലും ഹൃദയത്തിൻ്റെ വേദനയാലും മറ്റനേക കാര്യങ്ങളാലും വാടിയിരിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് നാം വായിച്ചു കേട്ടതിനർത്ഥം ഈ ഭൂമിയിൽ അധ്വാനത്തെക്കുറിച്ചോ നാം ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ അല്ല യേശു പറഞ്ഞത്. പിന്നെയോ സമാധാനത്തിനും ഹൃദയ സന്തോഷത്തിനും പാപക്ഷമിക്കുമായുള്ള നമ്മുടെ അന്വേഷണമാകുന്ന അധ്വാനവും അനേക ഇസങ്ങളും പ്രസ്ഥാനങ്ങളും നമ്മുടെ മേൽ ചുമത്തുന്ന ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാകുന്ന ഭാരങ്ങളുമാകുന്നു. അത് പാപമോചനത്തിനായും ഹൃദയസമാധാനത്തിനായും യഥാർത്ഥ ഹൃദയ സന്തോഷത്തിനായും നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശു പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണെന്ന് ഒന്നാമതായി യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ താഴ്മയും സൗമ്യതയും ആദ്യം നാം പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ യേശുവിൽ നിന്നും തുടർ പഠനം സാധ്യമാകൂ. ഭൂമിയിൽ അനേക ശക്തന്മാർ ആയുധങ്ങളും ആറ്റം ബോംബുകളും പിടിച്ചുകൊണ്ട് സമാധാനത്തിനായി മുറവിളി കൂട്ടുമ്പോൾ യേശു ഒരു ആയുധവും എടുക്കാതെ തൻ്റെ ശിഷ്യന്മാരെ ആയുധം നിലത്ത് വയ്ക്കുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. സമാധാനപ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിന് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞതിന് പ്രധാന കാരണം അവൻ്റെ സൗമ്യതയും താഴ്മയുമായിരുന്നു. എത്ര ക്രുദ്ധിച്ച് നിൽക്കുന്ന വ്യക്തിയോടും സൗമ്യമായി 2 അക്ഷരം പറയാമെങ്കിൽ അവർ നമ്മോട് കോപിച്ചതിനെ മാപ്പ് ചോദിക്കാതിരിക്കുകയില്ല എന്നത് വാസ്തവമാണ്. തന്നെ കരുണ കൂടാതെ ഒറ്റിക്കൊടുത്ത യൂദായെ നോക്കി യേശു വിളിച്ചത് സ്നേഹിത എന്നാണ്. നാം ആ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായും നമുക്ക് അവൻ്റെ സൗമ്യതയും താഴ്മയും ലഭ്യമാകും. അതിനുശേഷമാണ് നമ്മെ യേശു പഠിപ്പിക്കുവാൻ തുടങ്ങുന്നത്. അതിനായി നാം ചെയ്യേണ്ടത് യേശുവിനെ ആശ്രയിക്കുക എന്നതാണ്. ആശ്രയിക്കുക എന്നാൽ വിശ്വസിക്കുക, അഭയം പ്രാപിക്കുക, അനുസരിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. തൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി വന്ന വ്യക്തിയോട് യേശു ചോദിച്ചത് എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശു തന്നെ ശക്തി കൊടുക്കും എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഓർക്കുകയോ പരിശീലിക്കുകയോ ചെയ്യാതെ ഇന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് യേശുവിനെ കരയിപ്പിക്കുന്ന അനേകരുണ്ട്. മാർത്തയും മറിയും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓർക്കുക, തൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശു സന്തോഷിക്കുമെങ്കിൽ ശിഷ്യന്മാർ യേശുവിനെ അവിശ്വസിച്ചാൽ യേശു കരയുക തന്നെ ചെയ്യും. ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം എപ്പോഴും ഓർക്കണം. നാം പാപം ചെയ്താൽ ദൈവാത്മാവ് ദുഃഖിക്കും. അതുപോലെ തന്നെ നാം യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിലും ദൈവാത്മാവ് ദുഃഖിക്കും. വിശ്വാസത്തിൽ നിന്നുത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് അവനെ അനുഗമിക്കുക അഥവാ അനുസരിക്കുക എന്നതാണ്. യേശുവിനെ
അനുഗമിക്കുന്നവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം ആ വ്യക്തി തന്നെത്താൻ ത്യജിക്കുക എന്നതാണ്. യേശുവിനേക്കാൾ കൂടുതൽ ഈ ഭൂമിയിലെ മറ്റെന്തിനെ നാം സ്നേഹിച്ചാലും നമുക്ക് യേശുവിനെ അനുഗമിക്കുവാനോ അനുസരിക്കുവാനോ കഴിയുകയില്ല. കാരണം രണ്ട് യജമാനന്മാരെ നമുക്ക് ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി യേശുവിനെ അനുഗമിക്കുന്നവർ പാപത്തെ വെറുക്കണം. രണ്ടാമതായി യേശുവിനെ അനുഗമിക്കുന്നവർ യേശു പദവി വെടിഞ്ഞതുപോലെ ഈ ലോകം വെച്ച് നീട്ടുന്ന പദവികൾ വേണ്ട എന്ന് വെക്കണം. ആ പദവി നാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാഥൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണെന്ന ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. പദവി നമ്മെ ഗർവിഷ്ഠന്മാരാക്കുവാൻ സാധ്യതയുണ്ട്. പദവികൾ ഇതിനോടകം തന്നെ അനേകരെ നാശത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പദവികളുള്ളപ്പോഴുള്ള ആരാധകർ ആരും പദവി ഇല്ലാത്തപ്പോൾ നമുക്കുണ്ടാവുകയില്ല എന്നത് നാം എപ്പോഴും ഓർക്കണം എന്ന് ലോകത്തിലുള്ള അനേക നേതാക്കന്മാർ വാക്കും ഭാഷണവും കൂടാതെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ സമയത്തും നാം യഹോവ ഭക്തിയോടെ ഇരിക്കുന്നത് സാത്താൻ്റെ കെണിയായ അധികാരഗർവ് ഉണ്ടാകാതിരിക്കുവാൻ പ്രയോജനം ചെയ്യും. യഹോവ ഭക്തി എന്നാൽ ദൈവത്തെ ഭയപ്പെടുക എന്നാണ് അർത്ഥം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിലേ നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാനും അവനെ അനുസരിക്കുവാനും അവനെ പിൻപറ്റുവാനും കഴിയുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും നാം ചെയ്തു കഴിഞ്ഞാൽ യേശു നമ്മെ പണിയുവാൻ തുടങ്ങും. ഒന്നാമതായി യേശു നമ്മുടെ കല്ലായുള്ള ഹൃദയത്തെ എടുത്തു കളഞ്ഞ നിഷ്കളങ്കമായൊരു ഹൃദയം ദാനമായി തരും. ഹൃദയകാഠിന്യം നമ്മിൽ നിന്നും മാറിപ്പോകും എന്ന സാരം. ഹൃദയകാഠിന്യമുള്ളപ്പോൾ നാം കണ്ണാടിയിൽ നോക്കണം. അപ്പോൾ നമ്മുടെ മുഖശോഭ എങ്ങനെയുണ്ട് എന്ന് കണക്കാക്കണം. അതിനുശേഷം ഹൃദയകാഠിന്യം മാറിയതിന് ശേഷം കണ്ണാടിയിൽ നോക്കണം. നിശ്ചയമായും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നമുക്കൊരു മാലാഖയാകുവാൻ കഴിയും എന്ന്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മുഖം പ്രകാശിക്കും എന്ന് തന്നെയല്ല, നമ്മുടെ മുഖം കാണുന്നവരുടെ മുഖവും പ്രകാശിക്കും. എല്ലാവരോടും ക്രുദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പുഞ്ചിരിക്കുവാൻ കഴിയുകയില്ല. അഥവാ പുഞ്ചിരിച്ചാൽ വികൃതമായ പുഞ്ചിരിയായിരിക്കും നാം കാണുന്നത്. പുഞ്ചിരിക്കാത്ത മുഖമാണ് നമ്മുടേതെങ്കിൽ നമ്മെ നോക്കി ആരും പുഞ്ചിരിക്കുകയില്ല. ഒരു പൈസ പോലും വില ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നതും അപ്പോൾ തന്നെ അത് ലഭിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ ലഭിക്കുന്നതിന് തുല്യവുമാണ് പുഞ്ചിരി. ഞാൻ ഉദ്ദേശിച്ചത് നിർവ്യാജമായ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പുഞ്ചിരിയാണ്, അല്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുഞ്ചിരി അല്ല. പിന്നീട് യേശു തമ്മിൽ ചെയ്യുന്നത് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് ശിഷ്യന്മാരുടെ ചെവി തരും എന്നതാണ്. അണ്ണാക്കിന് ഭക്ഷണം രുചി നോക്കുവാനുള്ള കഴിവ് ഉള്ളതുപോലെയും മൂക്കിന് മണം തിരിച്ചറിയുവാനുള്ള കഴിവ് ഉള്ളതുപോലെയും ചെവിക്ക് ശബ്ദം തിരിച്ചറിയുവാൻ ഉള്ള കഴിവ് മാത്രമല്ല, സഹിഷ്ണുതയോടെ കേൾക്കേണ്ടതിനുള്ള കഴിവും യേശു തരും. ഏത് വാക്കുകൾക്കും ഒന്നിലധികം അർത്ഥമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഏത് വാക്ക് ആര് പറഞ്ഞാലും അതിലെ നന്മയുടെ അംശം മാത്രമേ ശിഷ്യന്മാരുടെ ചെവി മനസ്സിലാക്കുകയുള്ളൂ. ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ കേട്ടാലും യേശുവിൻ്റെ ശിഷ്യൻ്റെ ചെവിയിൽ അത് തങ്ങി നിൽക്കുകയില്ല എന്ന് സാരം. അപ്പോൾ തന്നെ അതവൻ മറക്കും. തന്നെയുമല്ല, ദോഷത്തെ വെറുക്കുന്ന കണ്ണും അശുദ്ധി കാണുവാൻ താല്പര്യമില്ലാത്ത കണ്ണും യേശു തരും. അതുപോലെ തന്നെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ശിഷ്യന്മാരുടെ നാവും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും. യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുന്ന നന്മകളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ ഗുണവിശേഷങ്ങൾ കർത്താവിന് തരുവാൻ ഒത്തിരി ദിവസത്തെ കാത്തിരിപ്പൊന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അനുഗ്രഹിക്കുന്ന വ്യക്തികളെ ആശ്വസിപ്പിക്കുന്നവനാണ് കർത്താവ്. ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആശ്വസിപ്പിക്കുന്നവനാണവൻ. ആ യേശുവിൻ്റെ അടുക്കൽ നാം ചെന്നാൽ യേശു നമ്മെ ദാനിയേലിനെ പോലെ ജ്ഞാനിയും ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയും ഉള്ളവരാക്കി തീർക്കും എന്നതിന് സംശയമില്ല. നമ്മുടെ മുഖത്തെ ക്ഷീണവും ഹൃദയത്തിലെ വ്യതയും മാറി തിളങ്ങുന്ന മുഖത്തിൻ്റെ, ഭയമില്ലാത്ത മുഖത്തിൻ്റെ, പ്രത്യാശയും ധൈര്യവുമുള്ള മുഖത്തിൻ്റെ ഉടമയായി ജീവിക്കുവാൻ കർത്താവ് ഇടവരുത്തുകയും മരണശേഷം ദൈവരാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നത് പോലെ ജീവിച്ച് അവനെ പിന്തുടർന്ന് ജീവരക്ഷ പ്രാപിക്കാം.
അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശയിലായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ജരുങ്ങുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.